സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പവർ എക്സ്റ്റൻഷൻ ബോക്സാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സെറ്റായിട്ടൊരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് 1.5ൻ്റെ വയർ വാങ്ങിച്ചിട്ടുണ്ട്. 3 കോർ വയറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതായത് നമുക്കിതിൻ്റെ ബാക്ക് വേഴ്സ് നോക്കിയാൽ കാണാം, നല്ല ഹോൾസെയിൽ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഉരുകി കരിഞ്ഞു പോകാൻ സാധ്യതയില്ല. സോ നമുക്ക് ഇനി ഇതിൻ്റെ വയർ സെക്ഷനിലോട്ട് കിടക്കാം. ഇതിന് 2 എർത്തുണ്ട്, 2 സോക്കറ്റിലുണ്ട്, 2 എർത്തുകൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു എർത്ത് ഇവിടെ കണക്ട് ചെയ്ത് അതിൽ നിന്ന് വയർ ലോപ്പ് ചെയ്ത് മറ്റേ സോക്കറ്റിലോട്ടും കൂടെ നമ്മൾ ലൂപ്പ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 ഭാഗത്ത് നമ്മൾ എർത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സോക്കറ്റിൻ്റെ താഴെ ഇവിടെ എന്നും എല്ലും 2 മാർക്കുകൾ കാണാൻ പറ്റും. എൻ എന്നുള്ളത് ന്യൂട്രും എൽ എന്നുള്ളത് ലൈനുമാണ്, അതായത് ഫേസാണ്. നമ്മളിനി അടുത്ത് ന്യൂട്രൽ കണക്ട് ചെയ്യാൻ പോകണം. ന്യൂട്രൽ ലെയറും കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വയറൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് വരാതെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ പിടിപ്പിക്കാൻ നോക്കുക. വയർ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് മടക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. നമ്മുടെ ഈ പവർ പ്ലഗിൻ്റെ ഈ ലീഡുകൾ ലൂസ് വന്നാൽ പെട്ടെന്ന് അവിടെ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഫേസ് വയറോടെ കണക്ട് ചെയ്യാം. ഫേസ് വയർ കണക്ട് ചെയ്യേണ്ടത് സ്വിച്ചിൻ്റെ താഴെയാണ് ഫേസ് ഇന്ന് വരുന്നത്. ഫേസ് ഔട്ടാണ് നമുക്ക് ആ സ്വിച്ചിൻ്റെ മേളിലത്തെ ആ ലീഡിൽ നിന്ന് സോക്കറ്റിൻ്റെ അങ്ങോട്ട് പോകുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 2 ടെർമിനലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്താണ് ഫേസ് ഇന്ന് വന്ന് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഈ സോക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ നോർമലി ഫ്രണ്ടിലുള്ള വ്യൂ കാണുന്നത്. നമ്മളിനി ഫേസ് ലൈൻ കണക്ട് ചെയ്യണം. ഫേസ് ലൈൻ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അപ്പുറത്തെ ആ സ്വിച്ചിലോട്ട് ഒരു വയർ ലൂപ്പ് കൊടുക്കണം. എങ്കിലാണ് നമുക്ക് അവിടെ ഫേസ് ലൈനിൻ്റെ ഇൻപുട്ട് കിട്ടുള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാനത് കുറച്ച് കട്ട് ചെയ്തിട്ട് സ്പീഡിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വയറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്കത് സ്വിച്ചിൻ്റെ മേളിൽ നിന്നും ആ സോക്കറ്റിൻ്റെ ഫേസ് ലൈനിലോട്ട് പോയേക്കാണ്. അതുപോലെ തന്നെയാണ് ആ 2 സോക്കറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളാണ് കണക്ഷനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നേ. നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. തുർക്കക്കാരായ ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ടാണ് ഇത്രയും ലളിതമായി പറയുന്നത്. സോ നമുക്കിവിടെ ഇനി പവറിൻ്റെ ആ ടോപ്പ് പിടിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പവർ സോക്കറ്റിൽ ഈ ടോപ്പ് പിടിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അത് ഇത്ര ഉള്ളൂ അതിൻ്റെ പരിപാടി. എർത്ത് ലൈനിലോട്ട് എർത്തും ന്യൂട്രലിലോട്ട് ന്യൂട്രും ഫേസിലോട്ട് ഫേസും കണക്ട് ചെയ്യുക. സോ നമ്മുടെ ഫേസ് വരുന്നത് എപ്പോഴും വലത് ഭാഗത്താണ്. ആ ഒരു പൊളാരിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ 3 പിൻ ടോപ്പ് ഉപയോഗിക്കുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.